KSU പഠന ക്യാമ്പിലെ കൂട്ടത്തല്ലിൽ KPCC അന്വേഷണ സമിതി റിപ്പോർട്ട് സമർപ്പിച്ചു. KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യറിന് രൂക്ഷ വിമർശനം. KPCC സമിതിയുടെ അന്വേഷണത്തോട് സഹകരിച്ചില്ല എന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. ക്യാമ്പിൽ ഗുരുതരമായ അച്ചടക്ക ലംഘനം നടന്നു. നിലവിലെ ഭാരവാഹികളിൽ അഴിച്ചുപണി വേണമെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. സലിം മാലിക് ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. സലീം, ഈ ഗ്രൂപ്പ് പോരിന്റെ ഭാഗമായി ഈ നേതാക്കളുടെ ഇടപെടൽ, KSU നേതാക്കളുടെ ഇടപെടലുകൾ ഉണ്ടായി. ഒപ്പം ഈ അലോഷ്യസ് സേവ്യറിന് ധാർഷ്ട്യം എന്നിങ്ങനെയുള്ള പരാമർശങ്ങൾ കൂടിയുണ്ടോ റിപ്പോർട്ടിൽ സലീം? ഉന്മേഷ്, ഈ KSU ക്യാമ്പിലെ തമ്മിൽ തല്ല് അത് സംഭവിച്ചത് ഒരാഴ്ച തികയുന്നതിന് മുൻപ് തന്നെ KPCC ചുമതലപ്പെടുത്തിയ അന്വേഷണ സമിതി അതിന്റെ പൂർണ്ണ റിപ്പോർട്ട് സമർപ്പിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ആ റിപ്പോർട്ടിൽ പറയുന്നത്, ഏറ്റവും പ്രധാനമായും വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് KSU സംസ്ഥാന അധ്യക്ഷനായ അലോഷ്യസ് സേവ്യറിനെതിരെയാണ്. അലോഷ്യസ് സേവ്യറിന് ധാർഷ്ട്യമാണ് എന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പലപ്പോഴും KSU സംസ്ഥാന പ്രസിഡന്റ് KPCC സമിതിയുടെ അന്വേഷണത്തോട് പോലും സഹകരിക്കാൻ തയ്യാറായില്ല. അത് എന്ത് പ്രേരണയുടെ പേരിലാണെന്ന് മനസ്സിലാകുന്നില്ല എന്നും ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു. മാത്രമല്ല, ക്യാമ്പിനെ കുറിച്ചുള്ള വിശദാംശങ്ങൾ, ക്യാമ്പിൽ ഗുരുതരമായ അച്ചടക്ക ലംഘനം നടന്നു, അതിന് ക്യാമ്പ് നടത്തിപ്പിന് വേണ്ടത്ര ഗൗരവം കൊടുത്തില്ല, KPCC ഭാരവാഹികളെ അത് നിയന്ത്രിക്കാൻ ചുമതലപ്പെടുത്തിയിട്ടില്ല തുടങ്ങിയ പരാമർശങ്ങളുണ്ട്. മാത്രമല്ല, കോൺഗ്രസിന്റെ സമുന്നതരായ നേതാക്കളിൽ പലരെയും പങ്കെടുപ്പിക്കുന്നതിൽ വീഴ്ച പറ്റിയെന്ന് ചില നേതാക്കളുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെ ഈ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. അതിൽ K സുധാകരൻ, രമേശ് ചെന്നിത്തല, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, VM സുധീരൻ, ഹൈബി ഈഡൻ, ശശി തരൂർ, K മുരളീധരൻ, T സിദ്ദീഖ് തുടങ്ങി സാധാരണഗതിയിൽ കോൺഗ്രസിന്റെയോ അതല്ലെങ്കിൽ കോൺഗ്രസിന്റെ പോഷക സംഘടനകളുടെയോ ക്യാമ്പുകളിൽ പങ്കെടുക്കുന്ന സ്ഥിരം നേതാക്കളിൽ ആരെയും ക്ഷണിച്ചതുപോലുമില്ല എന്ന് ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. മാത്രമല്ല, ഈ ഗ്രൂപ്പ് തർക്കം ഈ തമ്മിൽ തല്ലിനൊരു കാരണമായി. അതിനെക്കുറിച്ച് പറയുന്നത്, കോൺഗ്രസ് നേതാക്കളിൽ ഭിന്നതയുണ്ടെങ്കിൽ അവസരത്തിനൊത്ത് കക്ഷി ചേരുന്നതല്ല KSUവിന്റെ പ്രവർത്തനം, KSU വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയാൽ മതി എന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. മാത്രമല്ല, സംസ്ഥാന ജില്ലാ കമ്മിറ്റികളിൽ ജംബോ കമ്മിറ്റികൾ സംഘടനയുടെ തന്നെ അടിത്തറയെ ബാധിച്ചിട്ടുണ്ട്. നിലവിലെ ഭാരവാഹികളിൽ വളരെ വേഗത്തിൽ അഴിച്ചുപണി വേണം, നേതൃബാഹുല്യം കുറയ്ക്കണം, നേതാവാകുന്നു എന്ന് പറയാൻ വേണ്ടി മാത്രം നേതാവായി നടക്കുന്നവരെയൊക്കെ പുറത്താക്കണം, KSU സംഘടനാ ചുമതല KPCC ഭാരവാഹികളിൽ ഒരാളെ അടിയന്തരമായി ഏൽപ്പിക്കണം, നേതൃപദവി അലങ്കാരമായി കൊണ്ടു നടക്കുന്നവരെ എല്ലാവരെയും ഒഴിവാക്കണം തുടങ്ങിയ വിവിധ പരാമർശങ്ങൾ അടങ്ങിയതാണ് ഈ റിപ്പോർട്ട്. ഉന്മേഷ്, ശരി, സലിം മാലിക്കാണ് വിശദാംശങ്ങൾ നൽകിയത്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.